നമുക്ക് പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടിയവർക്കുള്ള ടിപ്സുകളാണ് പറയുന്നത്. അവർ ധാവണിക്ക് അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് വെയർ പോലുള്ള അണ്ടർസ്കേർട്ടുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഷേപ്പ് വെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മാക്സിമം ഷേപ്പ് വെയർ തന്നെ അണ്ടർസ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ മെലിഞ്ഞ്, അതായത് ഹിപ്പ് സൈസൊക്കെ മെലിഞ്ഞ് ഫീൽ ചെയ്യാൻ അത് സഹായിക്കും. അടുത്തത്, ധാവണിയുടെ സ്കേർട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നാരോ ബോർഡർ, അതായത് ഇതുപോലുള്ള നാരോ ബോർഡർ ആയിരിക്കണം സ്കേർട്ടിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. നാരോ ബോർഡറുള്ള സ്കേർട്ടുകൾ സെലക്ട് ചെയ്യുക. മാക്സിമം പ്രിൻ്റ്, വലിയ വലിയ ഡിസൈൻസ് ഇതെല്ലാം ഒഴിവാക്കുക. പ്ലെയിൻ വിത്ത് ബോർഡറോ അല്ലെങ്കിൽ കുഞ്ഞു പ്രിൻ്റുള്ള സ്കേർട്ടുകളോ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ചെയ്യുന്നത്. പക്ഷേ ബോർഡർ എപ്പോഴും നാരോ ആയിരിക്കണം. പൊക്കം കുറഞ്ഞിട്ട് വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടായി പറയുന്നത് നാരോ ബോർഡർ അല്ലെങ്കിൽ ബോർഡർലെസ് ആയിട്ടുള്ള സ്കേർട്ടുകളായിരിക്കണം ധാവണിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത് ബ്ലൗസിൻ്റെ കാര്യത്തിൽ വണ്ണം കൂടുതലുള്ളവർ എപ്പോഴും ബ്ലൗസ് വൈഡാക്കി സ്റ്റിച്ച് ചെയ്യാം. വലിയ ഇറക്കി വെട്ടിയ കഴുത്തുകളായിരിക്കും ഇവർക്ക് കൂടുതൽ ചേരുന്നത്. എൽബോ സൈസ് അല്ലെങ്കിൽ 3/4 ടൈപ്പ് ബ്ലൗസുകൾ സ്ലീവിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവരുടെ ഷോളിൻ്റെ കാര്യം, ഷോള് എപ്പോഴും ഇതുപോലെ വൈഡ് ബോർഡർ എടുക്കരുത്. നാരോ ആയിട്ടുള്ള ഈ ടൈപ്പ് ബോർഡർ തന്നെ ആയിരിക്കണം അവർക്ക് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്ത് മാക്സിമം നാരോ ബോർഡർ വരുന്ന ഷോളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ഹിപ്പിൻ്റെ സൈഡ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നാരോ ആയിട്ടുള്ള ബോർഡർ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ഈ സൈഡിൽ ഇതിപ്പോൾ വൈറ്റ് ബോർഡറാണ്, ഈ ഷോള് ഓൾറെഡി വൈറ്റ് ബോർഡറാണ്. അപ്പോൾ പൊക്കം കുറഞ്ഞിട്ട് വണ്ണം കൂടുതലുള്ളവർ എപ്പോഴും ഇതുപോലുള്ള നാരോ ബോർഡർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഷോളുകൾ സിമ്പിൾ ഡിസൈനുള്ള, പ്ലെയിൻ വിത്ത് ബോർഡർ ആണെങ്കിലും കുഴപ്പമില്ല, സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം, വളരെ ചെറിയ ഡിസൈനും ആയിരിക്കണം. അതുപോലെ ഇതുപോലുള്ള നാരോ ബോർഡർ ആയിരിക്കണം 4 വശത്തും വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോളുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പഫ് വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ഹൈറ്റ് തോന്നിക്കാൻ നല്ലതാണത്. അതുപോലെ ചപ്പലിൻ്റെ കാര്യത്തിൽ ചെരുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് പോയിൻറ്റഡ് ഹീലല്ല യൂസ് ചെയ്യേണ്ടത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽ ടൈപ്പ് ചെരുപ്പുകളുണ്ട്. പോയിൻറ്റഡ് ഹീലൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽ ടൈപ്പ് ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.